Hello guys, welcome to my channel ആട് തോമ. ആൻഡ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൽ ചിലരുണ്ട് പാട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ. അതായത് രണ്ട് പാട്ടുകൾ DJ ഇല്ലേ, രണ്ട് പാട്ടുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന, അതിനിപ്പോൾ പ്രത്യേക ഇൻസ്ട്രുമെൻസൊക്കെ വേണം. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്ക് മൊബൈൽ ഫോണിൽ ഒരു DJ സെറ്റപ്പ്, അത് ഒരു ആപ്പുണ്ട്, കുറേ ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ. പക്ഷേ അതിൽ ഏറ്റവും നല്ല ആപ്പാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ഇത്. അപ്പോൾ അതൊന്ന് കയറി നോക്കാം. ഡിസ്ക് 3D മ്യൂസിക് പ്ലെയർ. ഇതിപ്പോൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാമെന്നൊന്നും അറിയില്ല. അതിന് ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ സംഭവം കാണാം. അതെന്ന് വെച്ചാൽ 3D ഓണാക്കുക, മറ്റേ ലോക്ക്, അത് ഇവിടെ ലോക്കാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോർഡിൻ്റെ കറക്റ്റ് സ്ഥലത്ത് കണ്ടിക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തേക്കാം, ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇത് കറക്റ്റ് കിട്ടണം, അല്ലെങ്കിൽ വോളിയൊക്കെ മാറിപ്പോവും. ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. പക്ഷേ എനിക്ക് പാട്ട് ചെയ്യാൻ പറ്റില്ല, എന്നുവെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുമോയെന്നറിയില്ല. അതുകൊണ്ട് പിന്നെ ഇത് 3D മോഡാണ് കാണിക്കുക. നമുക്ക് അങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച്, അതായത് നമുക്കൊരു എന്താ പറയുക, ഫോണിൽ ഇത് ഒരു ഗെയിം പോലെയാണ് റെഡിക്ക് വർക്ക് ചെയ്യുന്നത്. ഗെയിമൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ഇത് ഒഴിവാക്കുക. ആദ്യത്തെ പോലെ ആണെങ്കിൽ ഇത് അതിൻ്റെ അപ്പുറമുള്ള ഈ ബട്ടൺ ഞെക്കിയാൽ മതി. എന്നിട്ട് ലോക്ക് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കാണിച്ചു തരാം. ഇതിലൊരു മ്യൂസിക്കായിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പാട്ട് സെലക്ട് ചെയ്യുക. ഇതെല്ലാം എൻ്റെ കയ്യിൽ കോപ്പിറൈറ്റുള്ള പാട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ വളരെ എനിക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. തൽക്കാലം ഇത് സ്റ്റാർട്ടായി മക്കളുടെ. അപ്പം നാളെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ഒന്ന് അതായത് ഇത് ഓണാക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ഫുൾ ഇതിലാണ് വരിക. ഇത് ഓണാക്കുക. എന്നിട്ട് ഇതിലേക്ക് പോയാൽ ഒന്നാണാവും. രണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിലേക്ക് വോയിസ് കൊടുക്കുക. അതാണ് സംഭവം. ഇത് നമുക്കിപ്പോൾ 2 പാട്ട് ഓഫാക്കുക. പിന്നെ 2ൻ്റെയും വോളിയം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റിൻ്റെ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ലെഫ്റ്റ് സൈഡിലുള്ള പാട്ടിൻ്റെതാണ്, റൈറ്റ് സൈഡിലുള്ളതെല്ലാം റൈറ്റ് സൈഡ് പാട്ടിൻ്റെയാണ്. പിന്നെ ഈ സെൻറ്ററിലുള്ളത് വോളിയം അഡ്ജസ്റ്റ് ആണ്. പിന്നെ എഫക്ട്സ് ഏറ്റവും അടിയിലുള്ളത്, അത് ബാസ് എന്താ പറയുക, പിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. പിന്നെ സാമ്പ്ലിയർ, ഇത് നമുക്ക് അടി കാണുന്ന 2 ഭാഗത്തുണ്ട്. ഇവിടെ സാമ്പ്ലിയർ കാണിച്ചു തരാം. 1 മിനിറ്റ് ഗായ്സ്. കാണിച്ച എയർഫോൺ. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചതാണ്. പോലീസ് എഡിറ്റ് ഇവിടെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിടാം. ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഡ്രം കിറ്റ് ഉണ്ട്, ഇത് സെലക്ട് ചെയ്യാം. എഡിറ്റ് ഓഫാക്കി.
അതുപോലെ തന്നെ റൈസിൻ ഡ്രോപ്പ്, സൗണ്ട് കുറച്ചിടാം, അതായിരിക്കും നല്ല. പിന്നെ എന്താ, ഇവിടെ പാട്ടിൻ്റെ പിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് രണ്ട് ഭാഗത്തുമുണ്ട്, ഇവിടെയും ഇവിടെയുണ്ട്. പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ കേട്ടോ. പിന്നെ ഇത് ലൂപ്പ് 8 പ്രാവശ്യം ലൂപ്പ്, ഇത് കണ്ട ലൂപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അത് ഓഫാക്കിയാലേ ലൂപ്പ് നിൽക്കൂ. ഇത് ഓഫാക്കിയാലേ ലൂപ്പ് നിൽക്കൂ. ഞാൻ ലൂപ്പ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടിയ ഈ വീഡിയോ അടിച്ചു പോകും. പിന്നെ ഉള്ളത് ഇതിൽ തരുന്നതാണ് ഒറ്റുണ്ട്. നല്ല കൈസ്, എനിക്ക് തെറ്റിയാണ്, ഇത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അങ്ങോട്ട് ഇതൊക്കെ എൻ്റെ ഉള്ള മ്യൂസിക്സാണ്. ഈ പ്ലേ സ്റ്റോറിലുള്ള ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഇതാണെന്നാണ് ഞാൻ കുറേ DJ ആപ്സ് ട്രൈ ചെയ്തു, അതിലേറ്റവും നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പാട്ടൊക്കെ മിക്സ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻട്രസ്റ്റ് ഉള്ളവർ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, സൈനിങ് ഓഫ്.